നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാസ് എന്ന നായകനെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ പരിചയമായത് ബാഹുബലി എന്ന് പറയുന്ന ബ്രഹ്മാണ്ഡ സിനിമയിലൂടെ തന്നെയാണ്. ബാഹുബലി 1ഉം ബാഹുബലി 2നും ശേഷമാണ് പ്രഭാസ് എന്ന നായകൻ മലയാളികളുടെ മനസ്സിൽ വലിയൊരു നായകനായി മാറിയത്. അതിനുശേഷം പ്രഭാസ് നായകനായി എത്തിയ എല്ലാ സിനിമകളും അത്രമാത്രം നല്ലൊരു അഭിപ്രായവും നേടിയെടുക്കാൻ സാധിച്ചിരുന്നില്ല എന്ന് തന്നെ പറയാം. സാധാരണ രീതിയിൽ നമ്മൾ ആദ്യമെല്ലാം കണ്ടുവന്നിരുന്നത് മലയാളികൾ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്നത് ഹിന്ദി, ഇംഗ്ലീഷും തമിഴ് സിനിമകളോടായിരുന്നു. ഇപ്പോൾ ഇതാ തെലുങ്കും കന്നഡയും അതേ സ്ഥാനത്തേക്ക് ഇടം നേടിയിരിക്കുന്നു. ഇപ്പോൾ ഇതാ KGF എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ബ്രഹ്മാണ്ഡ സിനിമകളെല്ലാം തന്നെ കാത്തിരിക്കുകയാണ് കൂടുതലായിട്ട് മലയാളികൾ. അതുകൊണ്ട് തന്നെ മലയാളത്തിലിറങ്ങുന്ന എല്ലാ സിനിമകളും KGFും ബാഹുബലിയും പോലെ കമ്പയർ ചെയ്യാൻ വരെ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുകയാണ് പ്രഭാസ് നായകനെ എത്തുന്ന ബാഹുബലി എന്ന ബ്രഹ്മാണ്ഡ സിനിമ രാജമൗലി സംവിധാനത്തിൽ വേൾഡ് വൈഡായിട്ട് റിലീസിനെത്തുന്നത്. ബാഹുബലി വേൾഡ് വൈഡായിട്ട് റിലീസായ എല്ലാ കേന്ദ്രങ്ങളിലും വലിയൊരു കളക്ഷൻ തന്നെയാണ് നേടിയെടുക്കാൻ സാധിച്ചത്. മലയാളികൾ ഇരുകൈയും സ്വീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഈ ഒരു സിനിമയും ഏറ്റെടുത്തത്. നമുക്കറിയാം, ലോജിക്ക് നോക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത മലയാളി പ്രേക്ഷകർക്കുണ്ട്. എങ്കിലിതാ ബാഹുബലി എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ ലോജിക്ക് വരെ നോക്കാതെയാണ് സിനിമയെ സൂപ്പർ ഹിറ്റാക്കി കൈയടിച്ചുകൊണ്ടിരുന്നത്. പ്രഭാസൻ അങ്ങോട്ട് കഷ്ടകാലം പോലെ തന്നെയായിരുന്നു. കൂടുതൽ എല്ലാ സിനിമകളും ഇറങ്ങുന്നുണ്ടെങ്കിലും കൂടിയിട്ട് കൂടുതൽ കയ്യടിയും പ്രേക്ഷകരുടെ പിന്തുണയും സിനിമയ്ക്ക് ലഭിക്കാതെയായി മാറിയിരിക്കുന്നു. വീണ്ടും ഇതാ സലാർ എന്ന സിനിമയിലൂടെ പൃഥ്വിരാജ് നായകൻ കൂടിയായപ്പോൾ സിനിമയ്ക്ക് വലിയൊരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിലും തിയേറ്ററുകളിൽ ചെറിയ രീതിയിൽ ഓടി. പ്രഭാസിൻ്റെ അടുത്ത സിനിമയാണ് കൽക്കി. ജൂൺ 27-നാണ് സിനിമ വേൾഡ് വൈഡായിട്ട് റിലീസിനെത്തുന്നത്. ഈ ഒരു സിനിമയിലും പ്രേക്ഷകർക്ക് ഒരുപാട് പ്രതീക്ഷകളാണ് പ്രഭാസ് നൽകിയിരിക്കുന്നത്. ട്രെയിലറിൽ നമുക്കത് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച കൂടി. ഒപ്പം തന്നെ ദുൽഖർ സൽമാനും കൂടി സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മലയാളികൾക്ക് കാത്തിരിക്കാൻ ഈ ഒരു സിനിമയ്ക്ക് ഇനി മറ്റൊരു ഇൻട്രൊഡക്ഷൻ മറ്റൊന്നും ആവശ്യമില്ല. എന്തായിരുന്നാലും നാളെ സിനിമ വേൾഡ് വൈഡ് റിലീസിനെത്തുന്നു.